ഹലോ യൂട്യൂബ്. അപ്പോൾ ടൂക്കേട്ടാറിൻ്റെ മറ്റൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അത് ഇന്നൊരു വെറൈറ്റി പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു സാധനമായിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മളൊരു പുട്ടുണ്ടാക്കുകയാണ്. പുട്ടിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ലഡു ഉപയോഗിക്കുന്നുണ്ട്, ജിലേബി ഉപയോഗിക്കുന്നുണ്ട്, ഡയറി മിൽക്ക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഓറിയോയുടെ ബിസ്ക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പപ്പ ബാക്കിയുള്ള കാര്യങ്ങളെയും ബാക്കി എന്തൊക്കെയാണെന്ന് പറഞ്ഞോ. എന്തൊക്കെയാണ് നമ്മളിന്ന് പുട്ടിനുള്ള അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്. ഇത് തേങ്ങയാണ്, ഇത് ലഡു ഉണ്ട്, ജിലേബി ഉണ്ട്, ലഡു ഉണ്ട്, ഓറിയൻ്റെ ബിസ്ക്കറ്റുണ്ട്, ഡയറി മിൽക്കുണ്ട്. അരിപ്പൊടിയിലേക്ക് നമ്മൾ ആദ്യമേ ആവശ്യത്തിന് ശകലം ഉപ്പിട്ടു. ഉപ്പ് മതി. ഇനിയിപ്പം നമ്മളതിലേക്ക് സ്വല്പം വെള്ളം ഒഴിച്ചു. ഒത്തിരി വെള്ളമാകില്ല, പുട്ടിന് ചെറിയ നനവേ ആകാവുള്ളൂ. ശകലിച്ച വെള്ളം തളിച്ച് മാവ് ഇത് ചെയ്യുന്ന പുട്ടിൻ്റെ മാവ് മീഡിയം ടൈപ്പിൽ നനവുണ്ടെങ്കിൽ മാത്രമേ ആവി സ്റ്റീം മുകളിലേക്ക് കയറി വരുള്ളൂ. അത് തന്നെയല്ല, ഇത് കുഴിക്കുമ്പോൾ കട്ടയാകരുത്. അതുകൊണ്ടാണ് ഈ വെള്ളം ശകലിച്ച് നമ്മൾ നനച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ പുട്ടുപൊടി റെഡിയായിട്ട് ഞാൻ നനച്ച് ആ പരുവത്തിനുള്ള ഇതാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒരു കട്ടയായിട്ട് ഒന്നുമില്ല. കണ്ടല്ലോ, കട്ട വരാൻ പാടില്ല ഇത് നനച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ എല്ലാത്തിലും ചെറിയ തോതിൽ ആ നനവ് ചെന്നിട്ടുണ്ട്. ഇനി നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ നനവിൻ്റെ ഇതുകൊണ്ട് എല്ലാം നല്ല ആവി കയറി ഭംഗിയായിട്ട് വരും. ജിലേബി ഞാനൊന്ന് ചോപ്പ് ചെയ്യുകയാണേ. കാരണം നമ്മളൊരു പ്രത്യേക സ്റ്റൈലിൽ ഇന്നുണ്ടാകും. പിള്ളേർക്കൊക്കെ വളരെ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിയുമ്പോൾ വളരെ രസമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം ഒരു കളർഫുള്ളായി ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാണുമ്പം തന്നെ. എപ്പോഴും ഫുഡ് കംപ്ലീറ്റ് ആദ്യത്തെ കാഴ്ചയിലുള്ള ഷോയാണ് മെയിനായിട്ടുള്ള കാര്യം. നല്ല ഷോയും ഇത് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിന് ആദ്യമേ ഒരു തൃപ്തിയായിരിക്കും. ആ തൃപ്തിയോടുകൂടി ആ ഫുഡ് കഴിക്കുമ്പോഴത്തേനും അത് നല്ല പക്ക ഫുഡായിട്ട് വരും. അങ്ങനെ ഈ ഫുഡിന് അങ്ങനെ ഒരു തിയറിയുടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്വല്പം ലഡുവും കൂടി ലഡു നമുക്ക് ക്രിയേറ്റ് ചെയ്തിടാം. ലഡു ക്രിയേറ്റ് ചെയ്യാൻ ജിലേബി ഇതേമാതിരി കിട്ടുകയില്ല. ലഡു ആകുമ്പോൾ നന്നായിട്ട് വരും അത്. ഇനിയിപ്പോൾ ഈ ഒരു 3 ഐറ്റംസ് കൂടെ നമുക്ക് തേങ്ങ, ലഡു, ജിലേബി ഇതെല്ലാം കൂടെ ചേർത്ത് റെഡിയായി വന്നു കഴിയുമ്പോൾ നമ്മുടെ പുട്ട് പക്ക പുട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് നല്ല നൈസ് പൊടിയായിട്ട് നമ്മുടെ പുട്ടുകുറ്റി നമ്മുടെ ഈ സ്റ്റൗവിൻ്റെ ഇതുകൂടെ ആയിരിക്കും. പുട്ടുകുറ്റി ചെറുതായതിൻ്റെ പേരിൽ നേരെ സ്റ്റൗവിൽ ഇരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്തിരിക്കുന്ന കമ്പിയുടെ മുകളിലാണ് പുട്ടുകുറ്റി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് കത്തിച്ചു വിടാം. ഇനി വെള്ളം തിളയ്ക്കുന്നവരെ നമുക്കൊരു ചെറിയ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം. കുറ്റിയും കൂടി ഒന്ന് ചൂടായിക്കോട്ടെ. വെള്ളം തിളച്ച് പുട്ടിൻ്റെ പൊടിക്കകത്തേക്ക് ലഡു കംപ്ലീറ്റ് ഇതേമാതിരി ക്രിയേറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ ആ പൊടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ചെല്ലുമ്പോൾ ഒരു ചെറിയ മധുരം കൂടെ വരും. അപ്പം നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഓരോ ടൈപ്പിൽ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടാണ് വരുന്നത്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നനഞ്ഞൊക്കെ നല്ല റെഡിയായിട്ടിരിക്കുകയാണ്. ആ കളറും വന്നു ഇപ്പോൾ എല്ലാ സ്ഥലത്തും. പ്രത്യേകിച്ച് പുട്ടിൻ്റെ പൊടി വയ്ക്കുമ്പോഴത്തേനും കട്ടയുണ്ടെങ്കിൽ വേഗം പാടാം. എന്നാൽ നനവ് കറക്റ്റായിരിക്കുകയും ചെയ്യണം. ലഡു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലഡു എല്ലാ സ്ഥലത്തും ചെന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളച്ച് കിടക്കുവാണ്. അപ്പം നമ്മുടെ പുട്ടുകുറ്റി ഉണ്ടല്ലോ, പുട്ടുകുറ്റിക്കകത്തേക്ക് നമ്മൾ ചില്ലിടുകയാണ്. ആ ചില്ല് നമ്മൾ അടിയിൽ കൂടെ കൈയിട്ട് നേരെ ആക്കിയിട്ട് അതിൻ്റെ അടിയിലേക്ക് നമുക്ക് സ്വല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ദ്വാരം അടയരുത്. അടഞ്ഞു കഴിഞ്ഞാൽ ഇത് കയറി വരത്തില്ല. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടി നമ്മളിടുകയാണ്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്വല്പം ജിലേബി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒരു സ്വല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് സ്വല്പം ബാക്കിയുള്ള പൊടിയും കൂടെ ഇടാം.
മുകളിൽ സ്വല്പം ലഡു കൂടെ ഇട്ടിട്ട് ഇത് പ്രസ് ചെയ്യുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അടച്ചു നമ്മുടെ പുട്ടുകുറ്റിയുടെ മുകളിലേക്ക് വെച്ചു. ഇനി നമുക്കിത് ആവി വരേണ്ട ഇതിനായിട്ട് നോക്കി നിൽക്കാം. നമ്മുടെ ആദ്യത്തെ കുറ്റി പുട്ട് റെഡിയായി. ഇനി നമുക്ക് പുട്ടെടുത്ത് കുത്താനായിട്ട് പോകാം. കണ്ടല്ലോ, കുത്തട്ടെ. ആദ്യത്തെ ഒരു കുറ്റി പുട്ട് നമ്മൾ റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ രണ്ടാമത്തെ കുറ്റി നമ്മൾ ചെയ്യാനായിട്ട് പോവാണ്. ആവിയൊക്കെ പുറന്ന് വരുന്ന കണ്ടോ. ഞങ്ങളിതെല്ലാം ഒരു കവുങ്ങിൻ്റെ പാള എടുത്തിട്ട് ആ പാളയിൽ വാഴയില വെച്ച് അതിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. കവുങ്ങിൻ്റെ പാളയെന്ന് പറഞ്ഞാൽ മനസ്സിലായോ, നമ്മുടെ പാക്കുണ്ടാകുന്ന അടയ്ക്കാമരത്തിൻ്റെ പാളയാണിത്. അതിൻ്റെ അകത്ത് നമ്മളതെടുത്ത് കെട്ടി അതിൻ്റെ അകത്തൊരു വള്ളത്തിൻ്റെ മോഡലാക്കി അതിൻ്റെ അകത്ത് ഇലയൊക്കെ വെച്ച് അതിലാണ് നമ്മൾ പുട്ട് പുഴുങ്ങി ഇന്നിപ്പോൾ ഒരു നാച്ചുറൽ സ്റ്റൈലിൽ നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് പപ്പടം കാച്ചി വെച്ചിട്ടുണ്ട്. പപ്പടം കൂടെ വെച്ച് പപ്പടമൊക്കെ വെച്ച് എല്ലാം റെഡി ആയിട്ടുണ്ട്. പുട്ടുമായി. ഇനിയിപ്പം നമുക്കിതിനൊന്ന് ഗാർണിഷ് ചെയ്യണ്ടേ. ബിസ്ക്കറ്റ് പൊടിച്ചതാണിത്. ഇത് നമ്മുടെ ജിലേബി പൊടിച്ചതാണ്. ഇത് നമ്മുടെ ലഡു പൊടിച്ചതാണ്. ഇത് നമ്മുടെ കാഷ്നട്ട്. ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒന്ന് ഗാർണിഷ് ചെയ്യുകയാണ്. നമുക്ക് ആദ്യമേ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പൊടിച്ചത്, പിന്നെ ഇത് ജിലേബി ഇട്ടു. നമ്മളതിൻ്റെ മുകളിൽ ലഡു കാഷ്നട്ട് ഇടുവാണ്. ഇതാ എല്ലാ ഐറ്റംസുകളും ഓരോന്നോരോന്നും ഇട്ട് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കാഷ്നട്ട് ഇട്ടു. ഇത് പാലിൻ്റെ അകത്ത് ചോക്ലേറ്റ് പൗഡർ ഇട്ട് ഞാൻ കുറുക്കിയെടുത്തതാണ്. മിക്സഡായിട്ട് നമ്മളൊരു പുട്ടിനൊരു പ്രത്യേക സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അത് സ്വീറ്റാണ് ഈ പുട്ടിൻ്റെ ഒരു പ്രത്യേകത. അരിപ്പൊടിക്കകത്ത് നമ്മൾ എല്ലാവിധ സ്വീറ്റുകളും ലഡു ഇട്ടിട്ടുണ്ട്, ജിലേബി ഇട്ടിട്ടുണ്ട്, ഓറിയോ ബിസ്ക്കറ്റ് ഇട്ടിട്ടുണ്ട്, കാഷ്നട്ട് പൗഡർ ഇട്ടിട്ടുണ്ട്, ചോക്ലേറ്റ് സോസ് ഇട്ടിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ സ്റ്റീമിൽ റെഡിയാക്കി എടുത്ത് കഴിഞ്ഞിരിക്കുന്നുള്ള നമ്മുടെ ഒരു പ്രത്യേക സ്വീറ്റ് ഫുഡാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പപ്പടോടെ കൂടി കഴിഞ്ഞിട്ട് ഇതൊരു സൈഡിൽ നിന്ന് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് എല്ലാവർക്കും ഒന്ന് കഴിച്ചു നോക്കാം. ഇത് പിള്ളേരെങ്ങനെ 4 മണിക്ക് വന്നു കഴിഞ്ഞ് സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് ഒന്ന് കൊടുത്തു പോയിട്ടുണ്ട് അവരുണ്ടല്ലോ.
പിന്നെ ഡെയിലി ഇത് തന്നെ മതിയെന്ന് പറയും. നല്ല അപ്പോൾ സംഭവം അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. നല്ല മഴയാണ്. ലഡുവിൻ്റെയും ജിലേബിയുടെയും ഫ്ലേവർ മുന്തി അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യുക. 4 മണി പലഹാരമായിട്ട് ബെസ്റ്റാണ്, ബെസ്റ്റ് എവർ സാധനം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിനു ശേഷം ചുമ്മാ പോയത് കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. പിന്നെ കൂടാതെ മറക്കാതെ വീഡിയോ കാണുന്ന എല്ലാവരും പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിലേക്ക് കൂടെ ഇതേപോലുള്ള സാധനങ്ങൾ പറഞ്ഞ് നിങ്ങൾ. അപ്പോൾ അപ്പനും മോനും പോവുകയാണേ.